നവോക്കൈൻ എന്ന് പറയുന്നൊരു പടം റിലീസായിട്ടുണ്ട്. ഒരു ആക്ഷൻ സിനിമയാണ് ഇത്. പക്ഷേ ഭയങ്കര നൈസായിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഓവറോൾ സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു സിനിമ. നെയ്തൻ എന്ന് പറയുന്ന ഒരു ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നോർമൽ ലൈഫിൽ പോകുന്ന ഒരു മനുഷ്യൻ. പുള്ളിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്. പെയിൻ എന്ന് പറയുന്ന സാധനം ഫീൽ ചെയ്യില്ല. എന്ത് ചെയ്താലും പെയിൻ ഫീൽ ചെയ്യില്ല. അതാണ് പുള്ളിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ. പുള്ളി ഒരു ഇൻട്രോവേർട്ടായിട്ട് ജീവിക്കുന്നു. ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് ചെറിയ ഒരു ക്രഷ് പരിപാടികൾ, ഇവർ ഡേറ്റിങ്ങിനൊക്കെ പോകുന്നു. ആ ഒരു സമയത്ത് ഈ ബാങ്ക് റോബ് ചെയ്യാനായിട്ട് കുറേ കള്ളന്മാർ വന്നിട്ട് ഈ ബാങ്ക് കൊള്ളയടിക്കുന്ന കൂട്ടത്തിൽ ഈ പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് പോകുമാർ. അത് കഴിഞ്ഞിട്ട് ഇവളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നായകൻ പോകുന്നൊരു പോക്കാണ് സിനിമ എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് അത്രയും നേരം ഒരു സ്ലോ പേസിൽ പോയിക്കൊണ്ടിരുന്ന സിനിമ പിന്നെ റോക്കറ്റ് പോലാണ് പോകുന്നത്. പിന്നെ ആക്ഷൻ സീക്വൻസ്, ഫൈറ്റ്, അടി, ചോര, ബഹളം. നായകന് സാധാരണ വെടിയൊന്നും കിട്ടാറില്ല. ഇതിനകത്ത് നായകന് വെടി അടി മാത്രമേ ഉള്ളൂ. മറ്റേ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ടൈപ്പിലാണ് ഈ ഒരു നായകനെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു നായകൻ്റെ ആ ഒരു ജെന്യൂനിറ്റിയും പക്ഷേ ആ ഒരു ട്രസ്റ്റ് ഭയങ്കര രസമാണ്. ലോയൽറ്റിയൊക്കെ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകളും കുറേ അധികം നല്ല ആക്ഷൻ സീക്വൻസുകളുണ്ട്. കുറേ ഫണ്ണി സീൻസൊക്കെ ഉള്ള, എന്നാൽ നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിൽ പോകുന്ന സമയത്ത് കുറച്ചധികം ബ്ലഡ് ബാത്ത് ഉള്ള ഫീലൊക്കെ എനിക്കുണ്ട്. കുറച്ചധികം സാധനങ്ങൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ കാണിക്കുന്നുള്ള പോലെ ഉണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര വലിയ സ്റ്റോറി ഒന്നും അല്ല. ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കാണാം. ഇതിനകത്ത് ഈ ഒരു നായകൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി പോകുന്ന രീതിയാണ് ഈ സിനിമ ഒന്ന് വെറൈറ്റി ആയിട്ട് നിർത്തുന്നതാണ് എനിക്ക് തോന്നിയത്. കുറേ അധികം ഈ പറയുന്ന വയലൻസും ആക്ഷൻ സീക്വൻസുകളും ഒക്കെ ഉള്ള സിനിമയാണ്. ഒരു പെങ്കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ പോന്നു. അത് ബാങ്കിൽ കൊള്ളയടിച്ച ആ ഒരു കൊള്ളക്കാരുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് നടക്കുന്ന സംഭവങ്ങൾ ഭയങ്കര മാരകമായിട്ടാണ് സാധനം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് കാർ ചേസ് ഉണ്ട്, ഈവൻ നൈഫ് ഫൈറ്റ് ഉണ്ട്, ഗൺ ഫൈറ്റ് ഉണ്ട്, അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. കുറേ അധികം ഫണ്ണി സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് സാധനം ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ കുഴപ്പമില്ല. ഈ ക്ലൈമാക്സ് കഴിയുമ്പം ഈ ക്രെഡിറ്റ്സിനൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു ഫീൽ തോന്നുന്നുണ്ടെങ്കിൽ അത്രയും നേരം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് പടം ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്കുവാനോ ഓക്കെ, ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല.